ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവർക്ക് ആ കുട്ടിയോട് ഒരുപാട് സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ട്. അതുകൊണ്ടല്ലേ അച്ഛന്റെ വേഷം കെട്ടി എല്ലാവരുടെയും മുമ്പിൽ സ്കൂളിലേക്ക് വന്നത്. വേറെ ഏതെങ്കിലും അമ്മമാരായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യോ? അവക്ക് അച്ഛനും അമ്മയും ആരും ഇല്ലെന്ന് കേട്ടപ്പോ ഞങ്ങൾക്ക് ശരിക്കും സങ്കടമായി. എല്ലാ കുട്ടികളുടെ അച്ഛന്മാരും സ്കൂളിൽ വരുമ്പോ സ്വന്തം അച്ഛനും വരണമെന്ന് അവൾ ആഗ്രഹിക്കില്ലേ? ചിപ്പി വാശി പിടിച്ചതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എത്ര വാശി പിടിച്ചാലും ചിപ്പിയോട് നീയുടെ സ്വന്തം മോളല്ലാന്നും നിനക്ക് അച്ഛനില്ലാന്നൊക്കെ എങ്ങനെയാ പറയാൻ പറ്റുക? അവരുടെ ധർമ്മസങ്കടം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എടോ, അനാഥത്വം അനുഭവിക്കുന്നതും അനാഥയായ ഒരു കുട്ടിയെ ദത്തെടുക്കുന്നതും രണ്ടും മാനസികമായ വല്ലാത്തൊരവസ്ഥയാണ്. കോടതിയില് ഇത്തരം ഒരുപാട് കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. 7-8 വർഷം സ്വന്തം അമ്മയാണെന്ന് കരുതി സ്നേഹിച്ച അമ്മ സ്വന്തം അമ്മയല്ല, തനിക്ക് അച്ഛനില്ല, താൻ ഓർഫനാണ് എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ തകർന്നു പോകുന്നൊരു കുഞ്ഞിന്റെ മനസ്സ് എത്രയധികം വേദനിക്കും. ആ സങ്കടം പെട്ടെന്ന് അനുഭവിക്കേണ്ടി വന്നപ്പോ ചിപ്പിമോക്ക് അത് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറിയപ്പോ അവളുടെ കൈവിട്ടുപോയി. ചിപ്പി ഈ കാര്യത്തെക്കുറിച്ച് എങ്ങനെ അറിഞ്ഞേ? മോക്കതറിയോ? അതറിയില്ല. പക്ഷേ അച്ഛനെ അവൾ ഒരുപാട് മിസ് ചെയ്തിരുന്നു. അച്ഛനെ കുറിച്ച് പറയുമ്പോഴൊക്കെ അവൾക്ക് നല്ല സങ്കടം വരുമായിരുന്നു. പെറ്റമ്മേക്കാൾ കൂടുതൽ ആ പോറ്റമ്മ അവളെ സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സത്യം. ഇത്രയും നാളും സ്വന്തം നെഞ്ചിലെ ചൂട് കൊടുത്ത് വളർത്തിയ കുഞ്ഞ് തനിക്ക് ആരുമല്ല, തന്നെ ദത്തെടുത്തതാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞപ്പോ അവരുടെ സമനില കൈവിട്ടു പോയി കാണും. ആ സ്ത്രീയുടെ എന്നല്ല, ആരുടെ ആയാലും മനസ്സ് കൈവിട്ടു പോവും. അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവിടെ വെച്ച് വീണ് മരിച്ചുപോയേന്. എന്റെ മോള് നാളെ ഞാൻ നിന്റെ അമ്മയല്ലെന്ന് ഇതുപോലെ പറഞ്ഞാ എങ്ങനെ സഹിക്കും? അമ്മ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഞാനെന്തിനാ അങ്ങനെ പറയുന്നേ? അമ്മ എന്റെ സ്വന്തം അമ്മയല്ലേ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. പ്രസവിക്കാൻ ഏതൊരു സ്ത്രീക്കും പറ്റും. പക്ഷെ പ്രസവിക്കാത്തൊരു കുഞ്ഞിന്റെ അമ്മയാകുന്നതും ആ കുഞ്ഞിനെ ഈ ലോകത്ത് മറ്റെന്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നതും നിസ്സാര കാര്യമല്ല. അതെല്ലാരെ കൊണ്ടും പറ്റുകയില്ല. കുഞ്ഞുനാൾ മുതൽ അവളെ താരാട്ടുപാടി ഉറക്കിയതും കൈപിടിച്ച് നടത്തിയതും അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്തതും മാത്രമല്ല, ചിപ്പിമോളുടെ അനാഥത്വം ഇല്ലാതാക്കി സ്വയം അവൾക്ക് അമ്മയായി മാറിയതുമെല്ലാം ആ സ്ത്രീയുടെ ഹൃദയവിശാലത കൊണ്ട് തന്നെയാണ്.